ഹായ്, നമ്മുടെ കുഞ്ഞു യാത്രകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഹംപിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ, സത്യമംഗലം ടു ഹംപി. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഹംപി. സത്യമംഗലം ഹിൽസ് കയറുന്നതിന് മുന്നുള്ള ഒരു ഫോറസ്റ്റ് ആണത് അല്ലേ? ഫോറസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോറസ്റ്റ്. ഹംപി പറഞ്ഞാൽ കൊളാവും. അന്ന് നീ കൊളാവാത്തൊരു കാര്യം പറ. അപ്പൊ നമ്മുടെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അടി ദിവസം പറഞ്ഞു പറ. ഇന്നത്തെ യാത്ര ഹംപി. വോയിസ് കൊടുത്തോണ്ട് കിട്ടുന്നില്ല പറയാൻ. റോഡ് മോശമാവാൻ തുടങ്ങിയില്ലേക്കാ? അത്യാവശ്യം റോഡ് മോശം. ഒരുപാട് റോഡുണ്ടല്ലോ. ഗൂഗിൾ മാപ്പ് തന്നെ വേണം നിർബന്ധമായിട്ടും. നിങ്ങൾക്ക് ചിപ്സ് വേണം? സൈമോനെ ചിപ്സോ കഴിച്ചോ? ചുവന്ന പെയിന്റ് കൊണ്ട് എന്ത് ഞങ്ങളെ കോമഡി ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളെ കാറിന്റെ ബാക്കിൽ ഒരു വിവരമില്ലാത്ത ഒരാളുണ്ട്. ഇവിടുത്തെ ആളുകൾ ജോലി കഴിഞ്ഞ് പോകുന്നതാണല്ലേ അത്. സമയം എന്തായിക്കാ? 6:11 നല്ല അറ്റ്മോസ്ഫിയറും. ഡാം ഉണ്ടല്ലേ ഇവിടെ? ആഹാ, മാങ്ങ, ചോളം, കടല, വാട്ടർമെലൻ. വേണ്ട ഉണക്കമീനുണ്ടോ? അതിന്റെ ഡപ്പ കളയത് അതിന് 4 ഭാഗം ഓട്ടത്തിട്ടേ ആ 10 മണിച്ചെടി. ഡാമാണോ? ഇതാണ് ഭവാനി ഡാം. ഇവിടെ ഈ ഭാഗത്ത് മുല്ലപ്പൂവാണ് കൂടുതൽ അല്ലേ? മുല്ലപ്പൂവിന്റെ കൃഷിയാണ് അല്ലേ? മുല്ലപ്പൂ ഉണ്ട്, വാഴ ഉണ്ട് അല്ലേ? എന്തിന്റെ ഇലക്കുള്ള? ഇവിടെ ഹോട്ടലുകൾക്ക് ഇലക്കുള്ളതാ, സദ്യക്ക് ഉള്ളതാണ് വാഴ കൃഷി. പിന്നെ കറിവേപ്പില അല്ലേ? കറിവേപ്പില, മുല്ലപ്പൂവ്, ഒന്ന് പെട്രോൾ അടിക്കട്ടെ. പെട്രോൾ ഇല്ല. അങ്ങനെ പെട്രോൾ അടിച്ചു. സൈമോൻ എവിടെ പോയി? കവുങ്ങുണ്ടോ? കൃഷി. ഇതാണ്
ഇത് മുല്ലയാണ് മുല്ല 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 മുല്ലയുടെ കൃഷിയാണ് ഈ കാണുന്നത്. മുല്ലപ്പൂവിൻ അങ്ങനെ ചായ കുടിച്ചു നമ്മളെ ഇറങ്ങി ലേക്ക. ഈ കാണുന്ന ഹിൽസ് നമുക്ക് കേറണം അല്ലേ? ഈ കാണുന്ന ഹിൽസ് നമ്മൾക്ക് കേറിയിട്ട് ഗുണ്ടൽപേട്ട് വഴി, ഗുണ്ടൽപേട്ടല്ലേ ഫസ്റ്റ് എത്തുക? അല്ല, സാമ്രാജ് നഗർ. അങ്ങനെ ഗുണ്ടൽപേട്ട് വഴി അങ്ങനെ പോകണം. ഈ ഹിൽസ് കേറണം. ഇത് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. ലൊക്കേഷൻ ഏത് വഴി പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ലൊക്കേഷൻ ഏത് വഴിയാ? ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ലൊക്കേഷൻ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ലൊക്കേഷൻ ഏത് വഴിയാ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. சார் அது எப்படி போறது சார்? சார் எப்படி போறது? ஸ்ட்ரைட்டா போங்க. ஒரு 12 கிலோமீட்டர் கடம்பூர்ன்ற ஒரு ஊர் வரும். அதுல இருந்து லெஃப்ட் எடுக்கணும். ரைட் எல்லாம் முன்னாடி போலீஸ் இருப்பாங்க, அவங்க கிட்ட கேட்டு. சரி. ഇത് വഴി പോകാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ അവര് പറയുന്നത്. എല്ലാം പോയി. ഇന്ന് തിരിച്ചിലാണ് നമ്മള്. ഇന്ന് ഇറങ്ങിയ മുതലില് നമ്മള് തിരിച്ചിലാണ് അല്ലേ? ഇതില് രസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പോകുന്നത് കൊടൂരമായ ഫോറസ്റ്റിലേക്കാണ്. ഇതിനേക്കാളും വലിയ ഫോറസ്റ്റ് ആണ് നമ്മളിപ്പോ പോകുന്നത്. ഇവിടെ അമ്പലത്തില് എന്തോ ഇവരെ പ്രോഗ്രാം എന്തോ ആയതുകൊണ്ട് നമുക്ക് ഇതുവഴി അവര് കടത്തി വിടുന്നില്ല. ഇനി മാപ്പിൽ ഇനി അടുത്ത ലൊക്കേഷൻ ഏതാ കാണിക്കുന്നത് വെച്ചെങ്കിൽ ആ കാണിക്കുന്ന റൂട്ടിൽ നമ്മൾ പോകും. 2 കിലോമീറ്റർ കഴിഞ്ഞാല് ലെഫ്റ്റ് അല്ലേ? ടേൺ ലെഫ്റ്റ്. നമ്മൾ അങ്ങനെ വഴി അങ്ങനെ മാറി പോവട്ടെ. നമുക്ക് ഇപ്പോഴും കറക്റ്റ് ഒരു റൂട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് നമ്മൾ എത്തുന്ന സ്ഥലം നമ്മൾ പരമാവധി നമ്മൾ എത്തിക്കും. അതാണ് വിശ്വാസം. അതല്ലേ എല്ലാവരും. സിറിനോട് ചോദിച്ചു നോക്ക്. നമ്മുടെ ബാക്കിൽ ഒരു സിറി ഇരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഈ തമിഴ്നാട്ടിൽ ഒരു പ്രത്യേകത പറഞ്ഞ ഇവര് അമ്പലത്തിലെ പ്രോഗ്രാം ഒക്കെ വലിയ പ്രോഗ്രാം ആയിരിക്കും അല്ലേ? അതെ, എല്ലാ നാട്ടിൽ നിന്നും ആളുകൾ വരും. അമ്പലത്തില് കേരളം തമിഴ് അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരുടെയും ഭക്തി കൂടുതലാണ്. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഭക്തി ഉണ്ട്. പക്ഷെ ഒരു ഭക്തി എത്രയും ആളുകളെ നടന്നു പോരുന്നത് കണ്ടോ? ഇപ്പൊ ആ അമ്പലം ഇപ്പൊ നമ്മൾ അവിടുന്ന് തിരിഞ്ഞ് അവിടെ കണ്ട അമ്പലാണ് അല്ലേ? പെന്നാരി. പക്ഷെ ഇവിടുന്ന് ആളുകൾ നടന്നു പോകുന്നുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് കയറാം. അല്ല, നമുക്ക് ഇനി പോകുന്ന റൂട്ടിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിലേ അല്ലൂസിന് അരമണിക്കൂർ ഇടവിട്ട് വേഷം വെള്ളം കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ള കാട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റ് കാണിച്ചതാണ്. ഫുള്ള് ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. എന്താണല്ലോ അതാ എന്താ പ്രശ്നം? ഒരിത്തിരി വെള്ളം കുടിച്ചാ എന്റെ മടിക്ക് വരാനാണ്. അതിൽ ഏതാടാ കുത്തി കൊടുക്കുക? ലൊക്കേഷൻ ആണോ? അല്ലാതെ ഫോണിൽ ഞാൻ എന്താ ചെയ്യാ? അതിന്റെ മേലെ കയറ്റിക്കട്ടെ. ചാടിയ ഹുസൈമോനെ ചാടൂട്ടോ. ഹുസൈന്റെ ഫോണാണ്. ഇച്ചു വെക്കണില്ല. ഞങ്ങളൊരു ഒലക്കിയിലെ ബ്ലൂടൂത്ത് ഒരു വണ്ടിയില്ലേ നമുക്ക് അല്ലോ പുടിച്ചോട്ടെ മുത്തേ പുടിച്ചിരുന്നട്ടാ. ഒരു വണ്ടി ഇങ്ങനല്ല, രണ്ട് വണ്ടി അങ്ങനെ തന്നെ. അത് ശരിയാണല്ലേ. അങ്ങനെ നമ്മൾ ഉൾവനം, തിക്ക് ഫോറസ്റ്റ് അല്ലേ? കൊടൂരവനം എന്നൊക്കെ പറയില്ലേ? ആ വനാണ്. അവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയ ലക്ക് എന്നാണ് അവര് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് വരെ പോകാത്ത റൂട്ടാണ്. അപ്പൊ വരണ്ടോലൊക്കെ വന്ന് കാണും അല്ലേ? പോയാ പോകും, ഒന്നാ വന്നു, എത്തിയാ എത്തി.